വളരെ വലിയൊരു വെളിപ്പെടുത്തലാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ചെയർമാൻ നടത്തിയിട്ടുള്ളത്. സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിനെ അപ്രോച്ച് ചെയ്തിരുന്നു. കേൾക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ചെയർമാനാണ് വന്ന് പറയുന്നത്, മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാകുന്നതിന് മുമ്പ് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് ആദ്യം പാർട്ട്ണർഷിപ്പിന് വേണ്ടി അപ്രോച്ച് ചെയ്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ ആയിരുന്നു. അത് നടക്കേണ്ടതായിരുന്നു ആ പാർട്ട്ണർഷിപ്പ്. പക്ഷേ നിയന്ത്രണത്തിന് അതീതമായ ചില കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. സിറ്റി ഗ്രൂപ്പ് വന്നതിന് ശേഷം മുംബൈക്കുണ്ടായ മാറ്റം നമ്മൾ എല്ലാവരും കണ്ടതാണ്. സാധാരണ ഒരു സൈഡായിരുന്നവർ ചാമ്പ്യൻഷിപ്പ് വിന്നിംഗ് സൈഡായി. അത് സിറ്റി ഗ്രൂപ്പിന്റെ വരവിന് ശേഷമാണ് സംഭവിച്ചത്. അങ്ങനെ ഒരു മാറ്റം നമുക്ക് സംഭവിക്കേണ്ടതായിരുന്നു എന്നാണ് ചെയർമാൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാകുന്നതിന് മുമ്പ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി അവർ ആദ്യം അപ്രോച്ച് ചെയ്തത് നമ്മളെ ആയിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ കൺട്രോളിന് ബിയോണ്ട് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയി എന്നാണ് ചെയർമാൻ പറഞ്ഞത്. എന്നാൽ ജർമ്മൻ ഫുട്ബോളൊക്കെ കവർ ചെയ്യുന്ന ഒരു ജേർണലിസ്റ്റ് ഈ സംഭവം നിഷേധിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെന്താവുന്നൊന്നും അറിയില്ല. തൽക്കാലം നമ്മുടെ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് സിറ്റി ഫുട്ബോൾ ഗ്രൂപ്പ് മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാകുന്നതിന് മുമ്പ് പാർട്ട്ണർഷിപ്പിന് വേണ്ടി നമ്മളെ അപ്രോച്ച് ചെയ്തിരുന്നു എന്നാണ്.